C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതാകെ പ്രശ്നമായല്ലോ. എൻ്റെ പ്ലാന് നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. രേഖക്കുഞ്ഞ്, ശ്രീലക്ഷ്മി കുഞ്ഞിന് അഷ്ടമിയുടെ പ്രഭാവം കൊണ്ടുണ്ടായ കുഴപ്പമായിരിക്കാം ഇതും. മുമ്പും അഷ്ടമി ദിവസം ശ്രീലക്ഷ്മി കുഞ്ഞിന് ഇതേ പ്രശ്നം ഉണ്ടായതല്ലേ. ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അതെ അതെ, ചിലപ്പോ അത് തന്നെയായിരിക്കും കാരണം. ആഹാ, എന്താ ഇതുവരെ ആരും അഷ്ടമിയുടെ തലയിലേക്ക് ഇത് കൊണ്ട് വെക്കാത്തതെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. കൊള്ളാം, നന്നായിരിക്കുന്നു. അല്ല ബാലമ്മേ, ഇന്നലെ അഷ്ടമിയായിരുന്നോ? ഒന്ന് കണക്കൂട്ടി പറഞ്ഞേ. അതെന്താ രേഖ, ഇന്നലെ പകൽ എന്താ ഉണ്ടായത്? ഇന്നലെ ഓഫീസിൽ പോകാതിരിക്കാൻ ശ്രീലക്ഷ്മി ഒരു കാരണം പറഞ്ഞിരുന്നില്ലേ? വർക്ക് ഫ്രം ഹോം. അമ്പലത്തെ വിളിച്ചിട്ട് മദറിനോട് പറഞ്ഞത് എന്തായിരുന്നു? ജോലി തിരക്കുന്ന. എന്നെ ഉൾപ്പെടെ എല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ബ്രദറിനോട് സീക്രട്ട് റൂമിലായിരുന്നു ശ്രീലക്ഷ്മിയുടെ ജോലി മുഴുവനും. അത് കണ്ടുപിടിച്ച് ഞാൻ എന്തിനാ ശ്രീലക്ഷ്മി ഈ റൂമിലേക്ക് കയറിയതെന്ന് ചോദിച്ചപ്പോ ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശി ശ്രീലക്ഷ്മിയാണെന്നും ചോദിക്കാൻ നീ ആരാണെന്നും ആയിരുന്നു തിരിച്ചുള്ള മറുപടി. രേഖ മാഡം, ഞാൻ എപ്പോഴാ രേഖ മാഡത്തിനോട് അങ്ങനെ പറഞ്ഞത്? ആവശ്യമില്ലാതെ രേഖ മാഡം നുണ പറയരുത് കേട്ടോ. അപ്പോ പകൽ സമയത്ത് എല്ലാവരെയും ഒഴിവാക്കിയിട്ട് ശ്രീലക്ഷ്മി മുറിയിൽ കയറി എന്ന് ഞാൻ പറഞ്ഞതും നുണയാണെന്നാണോ ശ്രീലക്ഷ്മി പറയുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.